ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 1 രൂപ പോലും മുടക്കാതെ ഒരു ബിസിനസ് സക്സസ് ആക്കാൻ പറ്റും, അതിലേക്ക് സെയിൽസ് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു മെത്തേഡ് അല്ല ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് എന്ന് പറയുന്നത് വാട്ട് ഈസ് SEO. ഇതൊരു ബില്യൺ US$ പ്രോസസ്സാണ്, അല്ല ബിസിനസ്സാണ്. അതാണ് നമ്മളിന്ന് നമ്മുടെ AFIS.in നമ്മൾ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ ഒരു കരിയറിനെ ബിൽഡ് ചെയ്യാനൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫ്രീ ക്ലാസ് കാണുന്ന പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പെയ്ഡ് കോഴ്സ് ഉണ്ടോ, ഒരു 1-to-1 സെഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു പെയ്ഡ് കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയുന്നതിന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ SEOയിലേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് SEO. താങ്ക് യു. ഹാപ്പി ബിക്കോസ് നമ്മളുടെ ഗ്രൂപ്പിൽ അറൗണ്ട് അബൌട്ട് 1000+ മെമ്പേഴ്സ്, അറൗണ്ട് ഐ തിങ്ക് 1200 അബോവ് മെമ്പേഴ്സ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിന് 1300-1400 പേരുണ്ട്. അപ്പോൾ ആ പഠിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൻ്റെ 5ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SEO എന്താണ്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് വലിയ മുഖവുരയൊന്നും ഇല്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേര് പോലെ SEO എന്നുള്ള അതിൻ്റെ പേരിൽ തന്നെ പറയുന്നത് പോലെ ഒരു സെർച്ച് എൻജിൻ നമ്മളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മളുടെ കണ്ടൻറ്റ് എന്തും ആയിക്കോട്ടെ, ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിൽ അത് ഒപ്റ്റിമൈസ് ചെയ്ത് പബ്ലിക്കിലേക്ക് കൂടുതൽ വിസിബിൾ ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് SEO എന്ന് പറയുന്നത്. ഇറ്റ്സ് വലിയൊരു ബിസിനസ് തന്നെയാണ് ഈ SEO എന്ന് പറയുന്നത്. ഒരുപാട് ഏജൻസികൾ, ഫ്രീലാൻസേഴ്സൊക്കെ ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് SEOയുടെ സ്കില്ല് വേണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് SEO എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യം ഞാനിവിടെ സെർച്ച് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ സെർച്ച് ചെയ്യാൻ പോവാണ് 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കേ, 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യണം. എനിക്കൊരു 2 BHK ഫ്ലാറ്റ് വേണം. അപ്പോൾ നിങ്ങളിവിടെ കണ്ടോ, സ്പോൺസേഡ് എന്ന് കാണുന്നത് കണ്ടോ? ഈ സ്പോൺസേഡ് എന്ന് കാണുന്നത് ആഡ്സ് ആണ്. അതായത് ഗൂഗിളിന് ഈ കാണുന്ന കമ്പനികളെല്ലാം പൈസ മുടക്കി ഓരോ ഗൂഗിൾ ആഡ്സ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഓരോ ക്ലിക്കിനും ഇവർക്ക് പൈസ പോകും. ഇപ്പം ഞാൻ ഈ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ ഒരു 10 രൂപ, 15 രൂപ, എത്രയാണോ ബിഡ് അതനുസരിച്ചിട്ട് അവരുടെ പൈസ പോകും. അപ്പോൾ ഇതെന്ന് പറയുന്നത് പെയ്ഡാണ്. സ്പോൺസേഡ് എന്ന് പറയുന്ന പെയ്ഡാണ് ഗൂഗിൾ ആഡ്സിൻ്റെ. പക്ഷേ SEO എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ട് വരുന്ന സെർച്ച് റിസൾട്ടാണ്. ഫോർ എക്സാമ്പിൾ 99acres.com, ഇവർ പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഈ സൈറ്റ് എത്തിച്ചിരിക്കുന്നത്? ഇവർ സൈറ്റ് ലിങ്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ബ്ലോഗ് എഴുതിയിട്ടുണ്ട്, അവരുടെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് കീവേഡ്സ് കൊടുത്തിട്ടുണ്ട്, കോണ്ടന്റ് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സെർച്ച് എൻജിൻ പുഷ് ചെയ്യാവുന്ന ആളുകളിലേക്ക് പുഷ് ചെയ്ത് ഓർഗാനിക് സെർച്ച് റിസൾട്ട് എന്നാണ് അതിന് പറയുന്നത്. പുഷ് ചെയ്ത് ആളുകളിലേക്ക് കോണ്ടന്റ് എത്തിക്കാൻ ഈ ഒരു 99acres.com സാധിച്ചിട്ടുണ്ട്. ദെൻ മാജിക് ബ്രിക്സ്, OLX, ഹൗസിംഗ്, ഇതൊക്കെ വലിയ വലിയ കമ്പനീസാണ്. സ്മോൾ കമ്പനീസ് എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. പിന്നെ അസറ്റ് ഹോംസ്, അഗൈൻ 99acres.com, അഗൈൻ OLX, ക്വിക്കർ, മാജിക് ബ്രിക്സ്. അപ്പോൾ ഇത്രയും വലിയ കമ്പനീസ് SEOയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ടീം സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നുകൊണ്ട് ലിങ്ക് ബിൽഡിംഗ്, കോണ്ടന്റ് റൈറ്റിംഗ്, വീഡിയോസ്, ഇമേജസ് എല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് അവരുടെ വെബ്സൈറ്റിലേക്ക് മാക്സിമം ആളുകളെ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം നിർവഹിച്ചത് കൊണ്ടാണ് ഈ സൈറ്റുകൾ ഓർഗാനിക് സെർച്ച് റിസൾട്ടിൽ വന്നിരിക്കുന്നത്. ഇത്രയും കണ്ടന്റ്. അപ്പോൾ ഓർഗാനിക് സെർച്ച് റിസൾട്ടിന് ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഞാനൊരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ നിങ്ങൾ കണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ഇതിപ്പോൾ ഊബർ സജസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രോം എക്സ്റ്റൻഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെർച്ച് വോളിയം എത്രയാണ്, ഒരു കോസ്റ്റ് പെർ ക്ലിക്ക് എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ ഫ്രീ ആണ്. ഈ ഒരു ടൂൾസൊക്കെ ഇതിൻ്റെ ഫ്രീ ഉണ്ട്, പെയ്ഡ് ഉണ്ട്. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ SEO എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ടുണ്ടല്ലോ. നമ്മൾ ക്ലാസ് ഭയങ്കര സിമ്പിളായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, തികച്ചും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റ്
ഒപ്റ്റിമൈസ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് SEO എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ സ്പോൺസേർഡ് ആയിട്ട് കാണുന്നത് ഗൂഗിൾ ആഡ് കണ്ടന്റ് ആണ്. നമ്മൾ ഇന്നലെ ആഡ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതുവരെ ക്ലാസ്സുകൾ കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് അത് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരെല്ലാവരും കയറി നമ്മുടെ Day 1 to Day 5 വരെയുള്ള ക്ലാസ്സുകൾ കാണുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ അപ്പോൾ അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് സെർച്ചും ഓർഗാനിക് സെർച്ചും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ലോക്കൽ SEO എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ടൈപ്പ് ചെയ്യാണ് ഹോട്ടൽസ് നിയർ മീ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ലിസ്റ്റിങ്സ്, ഇപ്പോൾ ഈ ഒരു അടുത്തുള്ള ഹോട്ടലുകൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറേ ഹോട്ടൽസുകൾ. ഫോർ എക്സാമ്പിൾ ഞാൻ തരുവാൻ റെസ്റ്റോറൻറ്റ്സ് നിയർ മീ. ഇപ്പോൾ കുറേ അധികം റെസ്റ്റോറൻറ്റുകൾ എൻ്റെ അടുത്തുള്ള കുറേ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ കാണാൻ പറ്റും. ഫാസ്റ്റ് ഫുഡ് പോയിന്റ് അങ്ങനെ. അപ്പോൾ ഈ കാണുന്നതാണ് എന്ത് ലോക്കൽ സെർച്ച് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ സ്മോൾ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ലോക്കൽ SEO ചെയ്യുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ലോക്കൽ SEO ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങളൊരു നോട്ട്സ് കാണിച്ചു തരാം. ഇപ്പോൾ SEO അഥവാ ലോക്കൽ SEO ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കീവേഡ് റിസർച്ച് ആൻഡ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇപ്പോൾ ഈ ഒരു ഹോട്ടലിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോട്ടൽസ് നിയർ മീ അല്ലെങ്കിൽ ഹോട്ടൽസ് ഇൻ കൊച്ചി നിയർ ലാൻഡ്മാർക്ക്. ഇപ്പോൾ നിയർ ഹോട്ടൽസ് നിയർ ലുലു മാൾ അല്ലെങ്കിൽ ഹോട്ടൽസ് നിയർ മറൈൻ ഡ്രൈവ്, ഹോട്ടൽസ് നിയർ കാലിക്കറ്റ് ബീച്ച്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കീവേഡ് റിസർച്ച് ടാർഗറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ലോക്കൽ SEOയിൽ നമ്മുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ പോലെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ, കീവേഡ് റിസർച്ച് ആൻഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം, അതിനകത്ത് നല്ല പ്രോപ്പറായിട്ട് കണ്ടന്റ് കൊടുത്തിരിക്കണം, ടൈറ്റിൽ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, അതേപോലെ തന്നെ സോറി, ഒരു കോളോടെ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. 1 second. So anyway, അപ്പോൾ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒപ്റ്റിമൈസിങ് വെബ്സൈറ്റ് കോണ്ടന്റ്, മെറ്റാ ടാഗ്സ് ആൻഡ് ഹെഡേഴ്സ് ടു ഇൻക്ലൂഡ് ലോക്കൽ കീവേഡ്സ് കൊടുത്തിരിക്കണം. ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ലൊക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കണം. ലാൻഡിംഗ് പേജ് ആണെങ്കിൽ, ലാൻഡിംഗ് പേജ് എന്നൊക്കെയുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗൂഗിൾ ആഡ്സിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെബ്സൈറ്റ് ഇല്ലാത്ത ലോക്കൽ ബിസിനസ്സുകളെക്കാളും നമ്മുടെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഗൂഗിൾ സെർച്ചിൽ കയറി വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്നാണ് അതിന് പറയുന്നത്. വെബ്സൈറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്വന്തം ബിസിനസ്സിൻ്റെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ നല്ല പ്രോപ്പർ കണ്ടന്റ് കൊടുക്കണം, മെറ്റാ ടാഗ്സ് കൊടുക്കണം, കീവേഡ്സ് കൊടുക്കണം, ലൊക്കേഷൻ കൊടുക്കണം. വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ ടാർഗറ്റ് ഏരിയാസിൽ നോക്കിയിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് സർവീസ് ഏരിയയുള്ള കണ്ടന്റ് നമ്മുടെ സൈറ്റിൽ കൊടുക്കണം. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഗൂഗിൾ മൈ ബിസിനസ്സിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രീ. നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ബിസിനസ് ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്യാം. നമ്മൾക്ക് വേണ്ടത് എന്താണ്, ഒരു ലൊക്കേഷൻ വേണം. നമ്മുടെ ബിസിനസ് ഒരു പ്രോപ്പർ ലൊക്കേഷൻ ഉണ്ടായിരിക്കണം, നമ്മുടെ ബിസിനസ്സിന് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം, ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം, ഒരു Gmail ID മാത്രം മതി. നമ്മൾക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. വെബ് ടോസ്റ്റ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ബിസിനസ്സിലൊന്ന് സെർച്ച് ചെയ്യാം. എൻ്റെ ട്രെയിനിങ് അക്കാദമി ജസ്റ്റ് ലിസ്റ്റഡ് ആണ്, ജസ്റ്റ് ലിസ്റ്റഡ് ഫോർ മൈ ബിസിനസ്. വെബ് ടോസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ്, ഈ വരുന്നതാണ്, ജസ്റ്റ് ലോഡിങ്. ഇതാണ് എൻ്റെ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ വെബ് ടോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം ഇവിടെ സെർച്ച് ചെയ്ത് വരും. കുറച്ച് സ്ലോ ആണോ? യെസ്, ഓക്കെ. ഈ കാണുന്നതാണ്
ഗൂഗിൾ മൈ ബിസിനസ് നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് വെച്ച് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് നിങ്ങൾ കാണുന്നത്. ജസ്റ്റ് നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇതാണ് ഇപ്പോൾ ജസ്റ്റ് ഗൂഗിൾ മൈ ബിസിനസ്. ഇവിടെ നമ്മളുടെ ഈസി ആയിട്ട് നമുക്കിത് ബിൽഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ, ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ, സർവീസ്, ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെബ് ടോസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരുന്നുണ്ടാവും, വെബ്സൈറ്റ് വരുന്നു, ദെൻ വെബ്സൈറ്റ്, പിന്നെ ഇൻസ്റ്റഗ്രാം, പിന്നെ ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, എബൌട്ട് കണ്ടന്റ്, പിന്നെ ക്വിക്ക് കേരള. ഇത് നമ്മൾ കൊടുക്കുന്നതല്ലോ, ഓരോ യെല്ലോ പേജസ് ഒക്കെ എടുത്തിടുന്നതാണ് ക്വിക്ക് കേരളയിലെ കണ്ടന്റൊക്കെ. സംഭവം വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു പരിപാടി ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഒരു സ്കില്ല് നമ്മൾ മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ റീൽസോ വീഡിയോസൊക്കെ കണ്ട് കളയുന്ന ടൈമൊക്കെ നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും, നമ്മുടെ ബിസിനസ് ഗ്രോത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ജസ്റ്റ് ഞാനിപ്പോൾ ഗൂഗിൾ മൈ ബിസിനസ്സിൻ്റെ പ്രൊഫൈലൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഹൈ ക്വാളിറ്റി ഇമേജസ് ആഡ് ചെയ്യണം. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഇമേജസ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. ഈ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള എബൌട്ട്, കോണ്ടാക്റ്റ്, ലൊക്കേഷൻ, അവേഴ്സ് ഇതെല്ലാം നമ്മൾക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് അവിടെ ലിസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആണ് ഇത് ചെയ്തിട്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലെയിം ചെയ്യാനും പറ്റും. വേറൊരാൾ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്ത് വാങ്ങാനും സാധിക്കും. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ലോക്കൽ SEO എന്ന് പറയുന്നത്. ഇനി ഡയറക്ടറി സബ്മിഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ് SEO, ലോക്കൽ SEO, അതേപോലെ തന്നെ ലോക്കൽ SEO എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇനി ഇൻ ഡെപ്തായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1-to-1 സെഷൻ ഓരോരുത്തരുടെയും ബിസിനസ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാം. ഇറ്റ്സ് എ റെക്കോർഡഡ് ക്ലാസ് ആണ്. അതേപോലെ ലൈവ് സെഷൻസ് ഉണ്ടാവും. നമ്മളുടെ ബിസിനസ്, ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ബിസിനസ് ആണെങ്കിൽ അതിനെക്കുറിച്ച്, ഓട്ടോമൊബൈൽ ആണെങ്കിൽ അതിനെക്കുറിച്ച്, അപ്പോൾ ഓരോ ബിസിനസ്സിനെയും കുറിച്ചിട്ട് സ്പെഷ്യലി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകൾ വളരെയധികം കൂടി വരികയാണ്. നമ്മൾക്ക് ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് ഒന്നും പോസിബിൾ അല്ലാതെ വരും. അപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് നമ്മൾ ഓഫ്ലൈനിലൊട്ടും മാർക്കറ്റ് ചെയ്യാതെ ഓൺലൈനിൽ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ പെയ്ഡ് കോഴ്സിൽ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എനിവേ, താങ്ക് യു. സോ 10,500 വരുന്ന നമ്മുടെ ഫ്രീ ലേണേഴ്സിന് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. സി യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. SEOയുടെ 2ാമത്തെ ദിവസം നമ്മൾ നെക്സ്റ്റ് ക്ലാസ് അടുത്ത ദിവസം തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് മിസ് ഇറ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.